ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്ന് ഞാനൊരു നെയ്യപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നെയ്യപ്പം വെളിച്ചെണ്ണപ്പം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു അപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനോ ഒക്കെ നല്ല രുചിയുള്ള ഒരു നെയ്യപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ സാധാരണ നെയ്യപ്പം ഉണ്ടാക്കിയിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചില ഇൻഗ്രീഡിയൻസാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന അരിയാണ് 2 കപ്പ്, ഒരു 1/2 കിലോ അരി ഉണ്ടാവും. അത് നല്ലപോലെ കഴുകി ഒരു പാത്രത്തിൽ കുതിർത്താൻ വെച്ചു കേട്ടോ. ഒരു 5-6 മണിക്കൂർ കുതിർത്താനായിട്ട് വെച്ചു. അതിനുശേഷം ഞാൻ ഒരു പാത്രത്തിൽ ഒരു 250-300 ഗ്രാം ശർക്കര ഉണ്ടാവും. ശർക്കര നല്ലപോലെ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഉരുക്കി അരിച്ചു വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ കുതിർത്തി വെച്ചിരുന്ന അരി 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലപോലെ കഴുകി അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് നല്ലൊരു നേന്ത്രപ്പഴം, നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു അര കപ്പ് അവൽ, വെളുത്ത അവൽ നല്ലപോലെ ഒന്ന് കുതിർത്തി കഴുകി അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു 4 ടേബിൾ സ്പൂണ് ആട്ട, നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന ആട്ടയുണ്ടല്ലോ, ഒരു 4 ടേബിൾ സ്പൂണ് ആട്ടയും കൂടി ചേർത്ത് കൊടുത്തു. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര വച്ചിട്ടുണ്ടായിരുന്നല്ലോ, ശർക്കര ഉരുക്കിയത്, ആ ശർക്കരയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സിയിൽ നല്ലപോലെ അരച്ചു കൊണ്ടുവന്നു കേട്ടോ. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആക്കിയില്ല, ഒരു തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവന്നു. അരച്ചൊരു പാത്രത്തിലേക്ക് പകർത്തി. അതിലേക്ക് 1 ടീസ്പൂണ് ജീരകം, ഒരു 4 ഏലക്കായയുടെ തൊലി കളഞ്ഞതിൻ്റെ കുരും കൂടി ചതച്ച് അതും കൂടി ചേർത്ത് അതും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ചു. ഒരു 5-6 മണിക്കൂർ ഞാനിങ്ങനെ അടച്ചു വെച്ചു കേട്ടോ. അതിനുശേഷം വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു വെള്ളപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ആ നെയ്യ് ഉരുകി ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂണ് കറുത്ത എള്ള് നല്ലപോലെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് 2 സ്പൂണ് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയുള്ളൂ കേട്ടോ. അങ്ങനെ മൂപ്പിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുത്തു. നല്ലപോലെ ഒന്ന് ഇളക്കി. ഇപ്പം നമുക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ മൂപ്പിച്ചുവിടാം കേട്ടോ. ഞാൻ തേങ്ങാക്കൊത്തൊന്നും ചേർത്തില്ല, എള്ള് മാത്രമേ ചേർത്തുള്ളൂ. നല്ലപോലെ ഇളക്കി അടച്ചു വെച്ചു കേട്ടോ. അതിനുശേഷം അതേ വെള്ളപ്പച്ചട്ടി തന്നെ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 3/4 ഭാഗം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതേ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. നെയ്യപ്പം എന്നല്ലേ പറയണേ, അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു. ആ നെയ്യും കൂടി നല്ലപോലെ ഉരുകി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരുന്ന മാവ് ഒരു കുഴൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഇളക്കാനൊന്നും പാടില്ല. മാവ് തന്നെ ഇങ്ങനെ പൊന്തി വരും. തന്നെ ഇങ്ങനെ പൊന്തി വന്നപ്പോൾ അത് ലോ ഫ്ലെയിമിലാക്കി. നല്ലപോലെ പൊന്തി വന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു കുഴലുണ്ട് കുറേശ്ശെ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു.
അടിഭാഗം അങ്ങനെ വെന്ത് വന്നപ്പോൾ അത് അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുത്തു. മറിച്ചിട്ട് വീണ്ടും അത് നല്ലപോലെ വേവിച്ചെടുത്തു. അങ്ങനെ അടിഭാഗം നല്ലപോലെ വെന്ത് വന്നപ്പോൾ അത് വെളിച്ചെണ്ണയിൽ നിന്നും മാറ്റി കേട്ടോ. ഒരു അരിപ്പച്ചട്ടുകത്തിലേക്ക് വെളിച്ചെണ്ണയിൽ നിന്നും അത് മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ചു. വീണ്ടും ഒരു കുഴി മാവും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. വീണ്ടും അതേപോലെ തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഈ നെയ്യപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നെയ്യപ്പമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. സാധാരണ അങ്ങനെ നേന്ത്രപ്പഴമൊന്നും ചേർക്കാറില്ല. നേന്ത്രപ്പഴം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. സാധാരണ പാളയംകുടം പഴമൊക്കെയാണ് ചേർക്കാറ്. നേന്ത്രപ്പഴം അവലും ചേർത്താലും നല്ല നെയ്യപ്പമായിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് നെയ്യപ്പമായിട്ട് കിട്ടും. അങ്ങനെ രണ്ടാമത്തെ നെയ്യപ്പവും ഞാനങ്ങനെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. രണ്ട് പുറവും നല്ലപോലെ വെന്ത് വന്നപ്പോൾ അത് വെളിച്ചെണ്ണയിൽ നിന്നും മാറ്റി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ 3 ഞാനിങ്ങനെ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാ അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.